ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഹൊസൂറാണ്. ഇന്ന് ഹൊസൂർ പോകുന്ന റീസൺ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾ ഒരു പാർട്ടി നടത്താൻ തീരുമാനിച്ചു. പാർട്ടി എന്നല്ല, ഇവൾമാർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. അപ്പോൾ കാത്തും സുഖവും ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ എന്താ പറയുക, ഒരു ബിരിയാണിയിൽ ഒതുക്കാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. പക്ഷേ നടക്കുമെന്ന് എനിക്കറിയില്ല. പിന്നെ എൻ്റെ ഫോൺ കുറേ പ്രശ്നമുണ്ട്. അപ്പോൾ എൻ്റെ ഫോൺ ശരിയാക്കണം. അപ്പോൾ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയേക്കാണ്. അപ്പോൾ എനിക്ക് നൈറ്റാണ് വർക്കുണ്ട്. അപ്പോൾ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾക്ക് ഞായറാഴ്ച കാത്തൂനാണ് വർക്ക്, ശനിയാഴ്ച എനിക്കായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്താക്കും, ഓക്ക് ഇന്ന് തന്നെ ഒരു പാർട്ടിയായിട്ട് കൊടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോയാലോ? കമലസ്കോ. സാധാരണ ഈ വഴി കൂടെ വരുമ്പോൾ നിറച്ചും ആൾക്കാരായിരിക്കും. കാരണം ഇവിടെ എൻജി കോളേജ് എന്നാണ്ട് ശരിക്കും ആൾക്കാരായിരിക്കും. നമുക്ക് പോകാനും വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കുറേ ആൾക്കാരൊക്കെയാണ്, ഗേൾസും ബോയ്സൊക്കെ. പക്ഷേ ഇന്ന് അങ്ങനെയില്ല. ഇന്ന് ഇവിടെ ഈ ശനിയാഴ്ച ഉണ്ട്, ഇവിടെ ഒട്ടും ആൾക്കാർ. എനിക്ക് ഓൾറെഡി സ്ഥലം ഭയങ്കര ഇഷ്ടം. ഇവിടുന്ന് വീഡിയോസ് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് ഓൾറെഡി കിട്ടുന്ന ലീവ് ഞായറാഴ്ച ഒരു ദിവസം, അന്ന് അവിടുന്ന് ഉറങ്ങാനായിരിക്കും ഞങ്ങൾ നോക്കുക. അതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാറ്. പിന്നെ നമ്മൾ ATM കയറി പൈസയൊക്കെ എടുത്തിട്ട്, ഇതൊക്കെ ചിലവാണെന്ന് നോക്കും. ATM കയറി പൈസ എടുത്ത് ഞങ്ങൾ ഈ നട്ടുച്ച വേർത്ത് ഞങ്ങൾ മന്തി കഴിക്കാൻ പോകണം ഗൈസ്. കാരണം ഇവിടുന്ന് കുറച്ച് തോരെ നടക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ നട്ടുച്ച വേർത്തിട്ട് മന്തി കഴിക്കാൻ പോകണം. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഓക്ക് ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്ത് നിങ്ങൾക്ക് വിഷമം. അപ്പോൾ ഞാൻ ഓളെ കാണിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെയാണ് പോകുന്നത്. ഒരാളും കൂടെ ഉണ്ട്. നമ്മൾ 3 പേരും കൂടെയാണ്. 3 പേരും കൂടെ പോയി മുഞ്ചി പോകുന്നതാണ് പറയാറ്. നമ്മൾ 3 പേരും കൂടെ ഒരുമിച്ചേ പോകുള്ളല്ല പറഞ്ഞത്. ഒന്ന് കയറുമോ? അപ്പോൾ ഞങ്ങൾ പോയി മന്തി കഴിച്ചിട്ട് വരാം ഗൈസ്. അങ്ങനെ ഹൊസൂർ ഞങ്ങളൊരു മലയാളിക്കട കണ്ടുപിടിച്ചു. അങ്ങനെ അവിടെ പോയി കഴിക്കാമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഒരു പ്രത്യേക ഒരു സാധനം. ഇത് ഇവിടെ നോക്കിയാൽ ഈ സാധനം കാണും കേട്ടോ. എനിക്ക് എൻ്റെ പേര് കാളയാണോ എന്ന് എനിക്കറിയില്ല, എന്താ സംഭവം. മീൻസ് ഈ സാധനം എവിടെ നോക്കിയാലും ഞങ്ങൾ കാണാറുണ്ട്. ഇത് ഓൾറെഡി നമ്മൾ ഇടിക്കാൻ വരുന്ന രീതിയാണ് വരുന്നത്. പക്ഷെ നമ്മൾ പേടിച്ചു. പക്ഷേ നമ്മൾ ഇടിക്കാൻ സൈഡിൽ കൂടെ പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും നമ്മൾ പിടിക്കും, കാരണം അതിന് കൊമ്പാണ്, നമുക്ക് പേടിയൊന്നും. സോ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം കൊള്ളാം. പക്ഷേ റോഡിൽ എല്ലാ ഭാഗത്തും ഈ സാധനം ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കാളയെ മലയാളിക്കട കണ്ടുപിടിച്ചു. നമ്മളിനി മലയാളിക്കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന മലയാളിക്കടയിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നത് ഗൈസ്. ഇതാണ് നമ്മുടെ മലയാളിക്കട ഗൈസ്. നമ്മളിവിടെയാണ് എന്നും സാധാരണമായി എന്ത് ഫുഡ് ഉണ്ടെങ്കിലായാലും നമ്മളിവിടെ വന്നിട്ടാണ് കഴിക്കുന്നത്. ഇവിടുത്തെ ഫുഡായാലും എല്ലാം സൂപ്പറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത്രയും ഗൈസ് നമ്മളാണ്ട് ഈ സാധനമാണ് ബിരിയാണി നമ്മൾ തിന്നാനെടുത്ത് ഗൈസ്. കാരണം ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. സാധാരണ നൈറ്റ് വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര വിശപ്പാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പലഹാരം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കാരണം രാത്രി വിശന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്ത് പോകാൻ പറ്റില്ല. 8:30 വരെ ഞങ്ങൾക്ക് പുറത്ത് പോകാനുള്ള ടൈം രാത്രിയില്ല. പിന്നെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ എത്തുന്നതിന് 12 മണിയായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശപ്പായിരിക്കും. 12 മണിയൊക്കെ അവർ പറയണ്ടല്ലോ. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പലഹാരങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കാനാണ് പറഞ്ഞത്. പിന്നെ കാത്ത് എനിക്ക് വേണ്ടി കേക്ക് വാങ്ങിച്ചു ഗൈസ്. ഞാനത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചു കേക്കൊന്നും വാങ്ങിക്കില്ല, ജസ്റ്റ് ബിരിയാണി കഴിച്ചു, ഞങ്ങൾ പോന്നു, അത്രയേ ഉള്ളതെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഓള് പ്രതീക്ഷിക്കാതെ കടയിൽ കയറി കേക്ക് വാങ്ങിച്ചു. പിന്നെ എനിക്ക് പലഹാരം വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലിൽ എത്തി. കേക്ക് മുറിക്കാനുള്ള തന്ത്രപ്പാടിയിലായിരുന്നു ഞാൻ. എനിക്ക് എങ്ങനെയെങ്കിലും ആ കേക്ക് മുറിച്ച് തിന്നാൽ മതിയായിരുന്നു. സത്യം പറയല്ലോ, സുഖൻ എനിക്ക് വേണ്ടി എന്ത് വാങ്ങിക്കണമെന്ന് അറിയില്ലായിരുന്നു. സുഖം എന്നോട് ചോദിക്കാൻ നിനക്ക് എന്താ വാങ്ങിച്ചത്. അപ്പം ഞാൻ ഓളോട് പറഞ്ഞു എനിക്ക് വല്ല മേക്കാതോ അങ്ങനെ വല്ല വാങ്ങിച്ചു തന്നതെന്ന് പറഞ്ഞു. പിന്നെ ഓൾ എനിക്ക് മേക്കാതിൻ്റെ സ്റ്റഡിൻ്റെ കമ്മലാണ് എനിക്ക് വാങ്ങിച്ചു തന്നത്. അത്